ഈ മാസത്തെ എൻ്റെ ടെമുവിലെ കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ മാസവും ടെമുന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പം ഈ മാസത്തെ എൻ്റെ ടെമുന്ന് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. കവറ് പൊട്ടിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കൈകൊണ്ട് തന്നെ പൊട്ടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ വൻ പരാജയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി കത്രിക എടുത്തുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പോന്നു. ഇത് ഒരു പെൻ ടോർച്ചാണ് കേട്ടോ. പെൻ ടോർച്ച് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ യൂസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിനകത്ത് ബാറ്ററി മേടിച്ചിരുന്നു. ക്വാളിറ്റി അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു റേറ്റിന് ഇതൊക്കെയാണ്. അടുത്തത് ഞാനൊരു ടോപ്പ് മേടിച്ചാണ്, വിൻ്ററിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പ് കേട്ടോ. ഇതൊരു ഗ്രീൻ കളർ ടോപ്പാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. തുണിയൊക്കെ നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അടുത്തതായിട്ട് ഇത് തലയിൽ കെട്ടുന്ന ബണ്ണാണ് കേട്ടോ. ഇതൊരു 12 പെയറുണ്ടെന്ന് തോന്നുന്നു. അതും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു, നല്ല. അടുത്തത് കാശിക്കുട്ടൻ്റെ ഒരു ജാക്കറ്റാണ്, ടെഡിയുടെ ജാക്കറ്റ്. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ടു. ഡേ കെയറിലൊക്കെ പോകുമ്പോൾ മാറി മാറി ഇടാനാണ് കേട്ടോ. അടുത്തത് എൻ്റെ ഒരു ജാക്കറ്റാണ് കേട്ടോ. ഇത് ഒരു ഹുഡി ടൈപ്പ് ജാക്കറ്റാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ അകമൊക്കെ നല്ല രസമാണ്. ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫോർട്ടായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇത് കണ്ടു, ഇതിൻ്റെ അറ്റത്ത് എല്ലാ സിബിൻ്റെ അറ്റത്ത് ഫ്ലൂറസൻ്റ് ഓറഞ്ച് കളറിലെ ഒരു ടാഗ്, അത് ഞാൻ പൊട്ടിച്ച് കളയും. പിന്നെ അടുത്തത് ഇത് കാശിക്കുട്ടിന് വേണ്ടിയിട്ട് മേടിച്ചൊരു ബുക്കാണ് കേട്ടോ, മറ്റേ കോപ്പി റൈറ്റിംഗ് ബുക്ക്. ABCD ഒക്കെ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചും കൂടെ പേജ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇത്രയും പേജേ ഉള്ളൂ. പിന്നെ അടുത്തതും കാശിക്കുട്ടൻ്റെ വേറൊരു ജാക്കറ്റാണ്. കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡൈനോയുടെ ജാക്കറ്റാണ് കേട്ടോ. നല്ല നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇത് മെറ്റീരിയലിന്. കാശിക്കുട്ടനപ്പം വന്നേക്കുവാണ്. കാശിക്കുട്ടന് ഇത് ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇടുമ്പോഴത്തേക്ക്. കാരണം പുള്ളി ഡൈനോയുടെ ഭയങ്കര ഒരു ഫാനാണേ. അടുത്തത് കാശിക്കുട്ടൻ്റെ ഒരു വിൻ്റർ ഹാറ്റാണ് കേട്ടോ. വിൻ്റർ ഹാറ്റ് കം ഒരു നെക്ക് പീസുണ്ട്. ഇത് നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറും. അതും കാശി ഇട്ടു. നെക്ക് പീസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ? നോക്കിക്കേ, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ കാശിക്കുട്ടനെ കാണാൻ അതൊക്കെ ഇട്ടപ്പോഴത്തേക്ക്. അടുത്ത സാധനം ഇതും വേറൊരു ടൈപ്പ് ഹാറ്റാണ് കേട്ടോ. അതും നമ്മളെ വിൻ്ററിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഷോള് വരുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായത് പിള്ളേരൊക്കെ ഇടുമ്പോഴത്തേക്ക്. അതും കൊള്ളാം, നല്ല മെറ്റീരിയൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്ക് ഡേ കെയറിലൊക്കെ മാറി മാറി എന്നും ഇട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി എണ്ണം വേണം, അതാണ് കേട്ടോ. ഇതെൻ്റെ അടുത്ത ഒരു ടോപ്പാണ്. ഇത് മറ്റേതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ, സെയിം ഇത്, ജസ്റ്റ് പാറ്റേണും കളറും മാത്രം വേറെയാണെന്നേ ഉള്ളൂ. സെയിം മെറ്റീരിയൽ, അതും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണേ. അടുത്തത് ഫൈനലി ശരത്തിൻ്റെ ഒരു ജാക്കറ്റാണ്. ശരത്തിൻ്റെ ജാക്കറ്റ് വിചാരിച്ച അങ്ങനെ മോശമല്ലായിരുന്നു കേട്ടോ, നല്ലതാണ്. ഭയങ്കര അകമൊക്കെ ഭയങ്കര കംഫോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ചൂട് ഭയങ്കരമായിട്ടുള്ള വിൻ്ററിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമ്മളുടെ ഒരു ഓട്ടം സീസണിലേക്ക് അത്യാവശ്യം തണുപ്പിനെയൊക്കെ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടെമുവിൻ്റെ പാക്കറ്റിലുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞു. ബൈ ബൈ.